ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് TQM, അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു പുതിയ കൺസെപ്റ്റാണ് TQM എന്നാണ്. ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് അപ്രോച്ച് ഫോർ എൻ ഓർഗനൈസേഷൻ. അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ അപ്രോച്ചാണ് എന്തെന്നാണ് TQM എന്ന് പറഞ്ഞത്. അത് സെൻട്രലി മെയിൻലി അത് ബേസ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ക്വാളിറ്റീനെ പറ്റിയിട്ടാണ്. അതായത് ബേസ്ഡ് ഓൺ ക്വാളിറ്റീനെ പറ്റിയിട്ടാണ് കൂടുതലും ഇതിൽ ഫോക്കസ് ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ participation of all members and aiming long-term success through customer satisfaction and benefit to all members of the organization and to the society. അതായത് ഇത് ക്വാളിറ്റി അതോടൊപ്പം തന്നെ എല്ലാ വ്യക്തികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓൾ മെമ്പേഴ്സ്, ഓർഗനൈസേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും കൂടി അതിലെന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ അവരും കൂടി ഉൾക്കൊള്ളിച്ച് കൊണ്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. ആൻഡ് എയിമിങ് ലോങ് ടേം സക്സസ് ത്രൂ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. അതേപോലെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, നല്ല ക്വാളിറ്റി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്, അവർക്ക് കസ്റ്റമേഴ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അവർക്ക് അവരുടെ ഒരു തൃപ്തി ഉണ്ടാവും. അവരിൽ എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങൾ, നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് എന്താണ് ഓട്ടോമാറ്റിക്കലി ഒരു സന്തോഷം ഉണ്ടാവും, ഒരു തൃപ്തി ഉണ്ടാവും. ആൻഡ് ബെനിഫിറ്റ് ഓൾ മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ എല്ലാ മെമ്പേഴ്സും, അതേപോലെ തന്നെ സൊസൈറ്റി, അവിടുത്തെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും കൂടിയിട്ട് എന്താണ് TQM ഒരു ബെനിഫിറ്റ് ആക്കി കൊടുക്കേണ്ടത്. അവർക്കൊരു നല്ല രീതിയിലേക്ക് അവരെ എന്താ പറയുക, അവർക്ക് വേണ്ട കാര്യങ്ങളും കൂടി TQM ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ TQM എന്ന് പറഞ്ഞത് എന്താണ്, ഇറ്റ്സ് എ പാർട്ടിസിപ്പേറ്റീവ് ആണ്, സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റ് എ കോൺസ്റ്റൻറ്റ് ഓർഗനൈസേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സ്. അതേപോലെ TQM എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റീവ്, അതായത് ഓൾ മെമ്പേഴ്സ്, ആ ഓർഗനൈസേഷനെ എല്ലാ വ്യക്തികളെയും എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതേപോലെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്, അതായത് അൺസിസ്റ്റമാറ്റിക് അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്യാനാണെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണെങ്കിലും കൃത്യമായിട്ട് അത് ചെയ്യണം. ആൻഡ് ഇംപ്ലിമെൻ്റ് എ കോൺസ്റ്റൻറ്റ് ഓർഗനൈസേഷൻ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് റെഗുലറായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് കൂടുതലായിട്ടുള്ള വേണ്ട നല്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഇവരിത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അപ്രോച്ച് എന്ന് പറഞ്ഞത് ഫോക്കസ് ഓൺ എക്സീഡിങ് കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻസ്. ഈ അപ്രോച്ച് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, അവരുടെ ആഗ്രഹത്തിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ പ്രോബ്ലംസ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ആ ഓർഗനൈസേഷന് എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ബിൽഡിംഗ് എ കമ്മിറ്റ്മെൻറ്റ്, ആ കാര്യത്തിനോട്, ആ ഓർഗനൈസേഷനോട്, ആ കാര്യത്തിനോടൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു താല്പര്യം ഉണ്ടാക്കുക. ആൻഡ് പ്രൊമോട്ടിങ് ഓപ്പൺ ഡിസിഷൻ മേക്കിംഗ് എമംഗ് വർക്കേഴ്സ്. ആൻഡ് എന്താ പറയുക, എല്ലാവരോടും എന്താ പറയുക, ഓർഗനൈസേഷൻ എല്ലാവരോടും എന്താണ് കാര്യങ്ങളൊക്കെ ഡിസിഷൻസ്, അതായത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു എന്താ പറയുക ചാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക, അവർക്കൊരു ചാൻസ് കൊടുക്കുക, അവിടെ ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കാനുള്ള എന്താ പറയുക, അവർക്കൊരു പറയുക ഒരു പ്രോത്സാഹിപ്പിക്കുക, അവരെ ഒന്ന് അവരുടെ കൂടി അഭിപ്രായങ്ങൾ ചോദിക്കുക. ഇതൊക്കെയാണ് TQM എന്ന് പറഞ്ഞാൽ. ഇനി TQMൻ്റെ കൺസെപ്റ്റ്സുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അടുത്തത് TQMൻ്റെ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓറിയൻറ്റേഷൻ ഓഫ് ഫോക്കസ്. അതായത് TQM ഇൻവോൾവ് ചെയ്യുന്നത്, അതായത് TQM മാനേജ്മെൻറ്റ് എടുക്കുന്നത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് കസ്റ്റമേഴ്സിന് എന്താണോ തൃപ്തി ആ കാര്യം മാത്രമാണ് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. കമ്പനി നീഡ് കണ്ടിന്യൂസ്ലി ഗ്യാദർ ഇൻഫോർമേഷൻ. അതായത് കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത്, അവരൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലാണ് അവർ തൃപ്തി ആവുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് കമ്പനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ഇൻഫോർമേഷൻസ് എന്താണ് കളക്ട് ചെയ്യും. ചിലപ്പോൾ ഒന്ന് സർവേയിലൂടെയോ ഇൻ്റർവ്യൂയിലൂടെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടോ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തിട്ടോ അവരെന്താ ചെയ്യണം, എന്താണ് കസ്റ്റമേഴ്സിന് വേണ്ടത്, എന്താണ് കസ്റ്റമർ വാണ്ട് എന്ന് നോക്കിയിട്ട്, വാട്ട് കസ്റ്റമർ വാണ്ടെന്ന് നോക്കിയിട്ട് അവർ എന്താ പറയുക അതനുസരിച്ചിട്ട് അവർ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. അതാണ് എന്തെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓറിയൻറ്റേഷൻ ഫോക്കസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു കേസ് സ്റ്റഡീസ്, അതായത് ഇത് ജപ്പാനീസ് പറയണത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് വേണം. അതന്നെ TQM അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത്
അതായത് കമ്പനി കണ്ടിന്യൂസ്ലി എൻടോവർ ബി ബെറ്റർ ത്രൂ ലേണിംഗ് ആൻഡ് പ്രോബ്ലംസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ചായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്താലാണ് നമുക്ക് എന്താണ് നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടും. അതിലൂടെ തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ തന്നെ അവിടെ എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചത് അത് നമുക്ക് സോൾവ് ചെയ്യാനും ഹെൽപ്പാണ് പറയുന്നത്. ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. അതായത് നന്നായി ക്വാളിറ്റി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷന് എന്താ പറയുക കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യമുള്ളതെന്ന് കണ്ടിന്യൂസ് മീറ്റിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. എംപ്ലോയി എംപവർമെൻറ്റ് ശാക്തീകരണം. അതായത് TQM philosophy aim to empower all employees to search quality problems and correct. എന്താ പറയുക, എംപ്ലോയീസിൻ്റെ എന്താണ് മെയിനായിട്ട് എംപ്ലോയീസിനെ ഫോക്കസ് ചെയ്യുക അവിടുത്തെ. അതേപോലെ തന്നെ അവിടുത്തെ ക്വാളിറ്റികൾ എന്താ പറയുക, ആ കമ്പനിയുടെ ക്വാളിറ്റി കാര്യങ്ങൾ എന്താ പറയുക, അവിടുത്തെ പ്രോബ്ലംസൊക്കെ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുക. അതേപോലെ വർക്കർ ആർ എംപവർഡ് ടു മേക്ക് ഡിസിഷൻ റിലേറ്റഡ് ക്വാളിറ്റി ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതേപോലെ വർക്കേഴ്സിൻ്റെ എന്താ പറയുക പാർട്ടിസിപ്പേഷനും കൂടി വേണം നമ്മുടെ പ്രൊഡക്ഷൻ ഫീൽഡിൽ. അത് അവിടെ ക്വാളിറ്റി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പല വർക്കേഴ്സ് അവരുടെ സജഷൻസ് പറയുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, നല്ലൊരു റിസൾട്ട് കിട്ടും. കാരണം ഓരോരുത്തരുടെ ഒപ്പീനിയൻ വ്യത്യാസമാവും. അപ്പോൾ എന്താ പറയുക അവരുടെയും കൂടി പാർട്ടിസിപ്പേഷൻ വേണം. അതാണ് എംപ്ലോയി എംപവർമെൻറ്റ്. ഇതാണ് പിന്നെ അതേപോലെ തന്നെ ദേ ആർ കൺസിഡർഡ് ആസ് വൈറ്റൽ എലമെൻറ്റ് ഓഫ് എഫേർട്ട് ടു അച്ചീവ് ഹൈ ക്വാളിറ്റി. ദെയർ കോൺട്രിബ്യൂഷൻ ഹൈലി വാല്യൂഡ് ആൻഡ് ദെയർ സജഷൻസ് ആർ ഇംപ്ലിമെൻറ്റ്. അതായത് ഇതിലൂടെ നല്ല എന്താ പറയുക ഹൈ ക്വാളിറ്റി കാര്യങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ ഓരോ കോൺട്രിബ്യൂഷൻ എന്താണ് നല്ല വാല്യൂഡാണ്. ഓരോ വ്യക്തികളുടെയും കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് അവർ ഭയങ്കര വാല്യൂ എടുക്കുന്ന. അതേപോലെ തന്നെ അവരുടെ സജഷൻസൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ നടപ്പിലാക്കുക ചെയ്യുന്നത്. ടീം അപ്രോച്ചാണ് TQM എന്ന് പറഞ്ഞത്. അതായത് TQM concept quality organized effort to facilitate solving of quality problem. It a great emphasis on teamwork. അതായത് നമ്മുടെ നന്നായിട്ട് പ്രോബ്ലംസ് ഒരു ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ആയിട്ട്, അതായത് ഒരു ടീം വർക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, സക്സസ് ആവും. പലർക്കും പല അഭിപ്രായമുണ്ട്. നമുക്ക് നല്ലൊരു ടീം വർക്കായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ല. ആ ടീം വർക്കിലൂടെ നല്ല എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സക്സസ് ആവുമെന്ന് നമ്മൾ പറയില്ലേ. ടീം വർക്ക് റെഗുലർലി ടു കറക്റ്റ് പ്രോബ്ലം. അതായത് ടീം വർക്ക് അതുപോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം അല്ലേ. ടീം എങ്ങനെയാണ് കുറേ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട്, ഒന്നെന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്ട്രോമിങ്, ഡിസ്കഷൻ, ക്വാളിറ്റി കൺട്രോൾ. ബ്രെയിൻ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വെച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഡിസ്കഷൻ കാര്യങ്ങൾ നടത്തുന്നതിനെ പറയുന്നത് ബ്രെയിൻ സ്ട്രോമിങ് എന്ന് പറഞ്ഞത്. അതുപോലെ ഡിസ്കഷൻസ് അല്ലേ, നമ്മൾ പലരുടെയും നമ്മളെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക അവിടുത്തെ നിന്ന്. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ടീം കൺസിഡർ വെരി ഇമ്പോർട്ടൻറ്റ് ടു സക്സസ് ഓഫ് കമ്പനി. ഓരോ ടീമുകളുടെ നിന്നുള്ള ഓരോ കോൺട്രിബ്യൂഷൻസ് അത് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഒരു ടീമിൽ ഇപ്പോൾ ടീം വർക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഒരു NSSൻ്റെ പ്രോഗ്രാം കോളേജിൽ നടന്നില്ലേ. അപ്പോൾ അവർ പറഞ്ഞതിൽ ഓരോ ടീമായിട്ട് എടുത്തു. അതിൽ എന്താ പറയുക ഓരോരുത്തരും ഓരോ നല്ല നല്ല ഐഡിയാസ് ഓരോ ടീമായിട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് ചിലർക്കൊക്കെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്, ചിലർക്ക് സെക്കൻഡ്, അങ്ങനെ. അപ്പോൾ അത് അങ്ങനെ ഒരു ടീം വർക്ക് ആകുമ്പോൾ എന്തുണ്ടാവുക, ഒരുമിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്താണ്ടാവുക, സക്സസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. For the reason company refer time to work day for team meetings. അതിനെ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ടീമിനെ എന്തിനാണ് റിസർവ് ചെയ്യുന്നത്, വർക്കിംഗ് ഡേയ്സിൽ അവരെ നമുക്ക് ടീം വർക്ക് ആയിട്ടാണ് അവർ ഡിസ്കഷന് എടുക്കാറ്. ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി സർക്കിൾ ഇല്ലേ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി സർക്കിളിനെ പറ്റിയിട്ട് ഇല്ലേ. നമ്മൾ എന്താ പറയുക, ഈ ഇത്ര പേഴ്സൺസ് അവിടെ കൂട്ടം കൂടിയിട്ട് ഇരുന്നിട്ട് കൂടുതലും ഈ ക്വാളിറ്റി സർക്കിൾ ജപ്പാനിൽ, അതുപോലെ യൂറോപ്പ്, US കൂടുതലും ക്വാളിറ്റി സർക്കിൾ. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞത് ടീം ഈസ് ക്വാളിറ്റി സർക്കിൾ ഈ ടീം ഓഫ് വോളണ്ടിയർ പ്രൊഡക്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ദോസ് സൂപ്പർവൈസർ ഹൂ പ്രപ്പോസ് ടു സോൾവ് ക്വാളിറ്റി പ്രോബ്ലം. ദ സർക്കിൾ ഈസ് യൂഷ്വലി കമ്പോസ്ഡ് 8 to 10 മെമ്പേഴ്സ്. 8 to 10 മെമ്പേഴ്സ് കൂടിയിരുന്നിട്ട് എന്താ പറയുക
ഒന്നെങ്കിൽ റെഗുലർ ബേസിലൊക്കെ ഡിസ്കഷൻ ദ ടീം യൂഷ്വലി മീറ്റ് വീക്ക്ലി ഡ്യൂറിങ് വർക്ക് അവേഴ്സ് ആൻഡ് പ്ലേ ഫോർ ദ പർപ്പസ്. അതായത് ഇപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനീനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ കാര്യങ്ങളിൽ അവർ എന്താ പറയുക വട്ടം കൂടി നിന്നിട്ട് ഒരു 10 പേര് കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണതാണ് എന്തെന്നാണ് ക്വാളിറ്റി. അത് വർക്കിംഗ് പീരീഡിൽ തന്നെയായിരിക്കും കൂടുതലും ചെയ്യുന്നുണ്ടാവുക. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞത്. എംപ്ലോയി ഇൻവോൾവ്മെൻ്റ് എന്നാണ് TQM ഹാവ് എ വെരി ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ദാൻ ഇൻ ട്രഡീഷണൽ ഓർഗനൈസേഷൻ. അതായത് TQM മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം വെരി ഡിഫറെൻ്റ് റോളാണ്. കാരണം ട്രഡീഷണൽ ഓർഗനൈസേഷനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദേ ആർ ഗീവൺ കൂടുതൽ റെസ്പോൺസിബിലിറ്റി അവിടുത്തെ എംപ്ലോയീസിനാണ് കൂടുതൽ അവിടുത്തെ റെസ്പോൺസിബിലിറ്റി കൂടുതലും കൊടുക്കുക. ദേ ആർ ഗീവൺ റെസ്പോൺസിബിലിറ്റി കൊടുക്കും, അതുപോലെ ട്രെയിനിങ് കൊടുക്കും, ഓരോ എംപ്ലോയീസിന് ട്രെയിൻ ചെയ്യുക, അതുപോലെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കും. അത് ആൻഡ് ടു മെഷർ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ദേ പ്രൊഡ്യൂസ് ആൻഡ് ദേ വർക്ക് ടുഗദർ ഇൻ ടീംസ് ആൻഡ് അഡ്രസ് ക്വാളിറ്റി. അതേപോലെ തന്നെ അവിടുത്തെ ക്വാളിറ്റി കൺട്രോളിങ്ങിന് പോലും അവരുടെ ഒരു എന്താ പറയുക കൈ പതിക്കുക, അവരെ കൂടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻസ്. ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് മാനേജ്മെൻറ്റ് തന്നെയായിരിക്കും. ടോപ്പ് മാനേജർ മസ്റ്റ് ഫോക്കസ് ദ അറ്റൻഷൻ ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ടോപ്പ് മാനേജേഴ്സ് തന്നെയായിരിക്കും കൂടുതലും അവിടുത്തെ ഓരോ കാര്യങ്ങളും ഫോക്കസ് ചെയ്യേണ്ടാവുക. ആറ്റ് വിച്ച് ദേ ആർ ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ക്വാളിറ്റി മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ് പർപ്പസ് ഓഫ് ഇംപ്ലിമെൻറ്റ് ഫോർ ദിസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ക്വാളിറ്റിയിൽ ആണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടാവുക എന്നാണ് മാനേജ്മെൻറ്റ് ബൈ ഇൻവോൾവ്മെൻറ്റിൽ TQMൽ പറയുന്നത്. ഇനി TQM ടൂൾസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണാണ് പ്രോസസ് മാപ്പ് എന്ന് പറയുന്നത്. അതായത് പ്രോസസ് മാപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു വർക്ക് ഫ്ലോ ഡയഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ ആ കമ്പനിയിൽ ചെയ്യുന്ന ഒരു നമ്മളൊരു ചാർട്ട് പോലെയൊക്കെ പ്രിപ്പയർ ചെയ്യില്ല, അതുപോലത്തെ ഒരു സംഭവമാണ് പ്രോസസ് മാപ്പ് എന്ന് പറയുന്നത്. ഒരു ഡയഗ്രാമാണ് ടു ബ്രിങ് ഫോർത്ത് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് എ പ്രോസസ് ഓഫ് സീരീസ് ഓഫ് പാരലൽ പ്രോസസ്സ്. അതായത് ഒപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്, എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് എന്താ പറയുക മാർക്ക് ചെയ്യുന്ന ഒരു ചാർട്ടിനാണ് പ്രോസസ് മാപ്പ് എന്ന് പറയുന്നത്. ഫോർ ഇംപ്രൂവിങ് പ്രോസസ് ഇറ്റ് ബെറ്റർ മാപ്പ് പ്രോസസ്സ്. അത് പ്രോസസ്സ് കാര്യങ്ങൾ എന്തൊക്കെ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അങ്ങനെ ഒരു മാർക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, അതുകൊണ്ട് നല്ലൊരു ഈ മാപ്പ് പ്രോസസ്സ് കൊണ്ട് അവർക്ക് ബെറ്ററായിട്ട് ഓരോ പ്രോസസ്സ് കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. പോക്യോക്ക് എന്ന് പറയുന്നത് അതായത് പൊക്കായുക്ക എന്ന് പറയുന്നത് ടെക്നിക്കാണ്. അത് ഹെൽപ്പ് എന്തിനാണ് ചെയ്യണേ എന്ന് വെച്ചാൽ എലിമിനേറ്റ് കോസ് ഓഫ് ഇറർ അറ്റ് ദ സോഴ്സസിൽ തന്നെ ഉണ്ടാവുന്ന എല്ലാ ഇറർ. ഇപ്പോൾ മുളയിൽ നുള്ളിക്കളയാന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും സോഴ്സസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും എറേഴ്സ്, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, അത് ഡിഡക്റ്റ് ആൻ ഇറർ ആൻഡ് ബിഗിൻ മെയ്ഡ് ആൻഡ് ഡിഫെക്ട്സ് ആർ ഇറർ സൂൺ ആഫ്റ്റർ ഇറ്റ് ഹാവ് ബീൻ മെയ്ഡ് ബട്ട് ബിഫോർ ഇറ്റ് റീച്ച് ദ നെറ്റ്. അടുത്തൊരു ഓപ്പറേഷൻ എത്തുന്ന സമയത്തെങ്കിലും നെക്സ്റ്റ് ഓപ്പറേഷൻ്റെ സമയത്തെങ്കിൽ എന്താ വേണ്ടത്, അത് മിസ്റ്റേക്ക് എന്താണെന്നൊക്കെ തിരുത്തിയിട്ട് അത് കറക്റ്റ് ആക്കണതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് എന്ന് പറഞ്ഞത് പ്രോസസ് കൺട്രോൾ SPC, അതായത് പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും അനലൈസ് ചെയ്യുന്നത്. പാരോട്രിക് ചാർട്ട് ആൻഡ് ഹിസ്റ്റോഗ്രാംസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ എന്ന് പറഞ്ഞത്. ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും കാര്യം നടപ്പാക്കണ സമയത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ അല്ലെങ്കിൽ അതിന് ഫോഴ്സ് ടു ഹെൽപ്പ് സഹായമായുള്ള കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക ഒബ്സ്ട്രേറ്റ്, അതായത് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ചേഞ്ച് ദ യു വാണ്ട് ടു മേക്ക്. എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കണ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം, അതേപോലെ എന്തെങ്കിലും തടസ്സമുള്ള കാര്യങ്ങളും അതും ശ്രദ്ധിക്കാം. It is a simple and widely used tool for visualizing the various forces and identify the action to support the implementation of change. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടെക്നിക്കാണ്, വൈഡ്ലി യൂസ്ഡ് ടൂളാണ്. അത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരുന്നുണ്ട് ഏതൊക്കെ ഫോഴ്സസ് ആണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന്, നമ്മുടെ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, നമ്മളോട് റിജക്റ്റ് ചെയ്ത് നിൽക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറയുന്നത്.
റൂട്ട് കോസ് അനാലിസിസ് അടുത്ത ഇതാണ്. റൂട്ട് കോസ് അനാലിസിസ് അതായത് 5 whys, അതായത് 5 വൈ കാരണം, അതായത് 5 എങ്ങനെയാണ് കാരണത്തല, അതാണ് 5 whys എന്നാണ്. അതായത് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്നതാണ് 5 whys എന്നാണ്. ഇത് ജപ്പാനീസ് ടൂളാണ്, പോപ്പുലൈസ്ഡ് ജപ്പാനീസ് ടൂളാണിത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആസ്കിങ് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ വൈ, അതായത് എന്തുകൊണ്ട് എന്നുള്ളൊരു ഇതിനുള്ള എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ അനലൈസ് ചെയ്യുന്ന ഒരു ടൂളിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് റൂട്ട് കോസ്, അതായത് വേര്. ഇത് അൺകവർ ദ റൂട്ട് കോസ് ഓഫ് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ്. അൺകവർ അതായത് ഒരു എന്താ പറയുക, ഒരു പ്രൊഡക്റ്റിനെ എന്തുകൊണ്ട് അത് മോശമായി, എന്തുകൊണ്ട് അതിന് മോശമായി എന്ന് നോക്കാൻ വേണ്ടി, അതിന് എന്തുകൊണ്ട് എന്നുള്ള ഇതിന് നമുക്കൊരു പ്രൊഡക്റ്റ് മോശമാവില്ലേ, ആ പ്രൊഡക്റ്റിന് എന്തുകൊണ്ട് അത് മോശമായി, എങ്ങനെ അത് മോശമായി എന്നുള്ളതിന് ഒരു കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ, അതായത് ആൻസറിനാണ് അതിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിച്ചിട്ട് അതിന്ന് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ അതാണ് എന്തെന്ന് പറയുക റൂട്ട് കോസ്. ദ ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ വൈ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് ഇത്രയും മോശമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു, എന്തുകൊണ്ടാണ് അത് കാരണം എന്ന്. ഇതിന് വേണ്ടി മെത്തേഡ് യൂസ് ചെയ്യണ ഈ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് ഫോൾട്ട് ക്ലോസ്, റൂട്ട് ക്ലോസ് എന്ന് പറഞ്ഞത്. അതെന്തിനാണ് ടു ഫോൾട്ട് ഓർ പ്രോബ്ലംസ്, എന്തെങ്കിലും ഫോൾട്ടോ എന്തെങ്കിലും പ്രോബ്ലംസോ വരുന്ന സമയത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്യണത്, അതിന് ആ ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ട് ആ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് അതിന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് പറയണതാണ് റൂട്ട് കോസ് അനാലിസിസ്, അല്ലെങ്കിൽ 5 whys. ഫിഷ്ബോൺ ഡയഗ്രാമോ ഫിഷ്ബാക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞത് അത് നമുക്ക് ഇനിയുള്ള ഇതിൽ പഠിക്കാനുള്ളതാണ്. ദിസ് ടൂൾ ഈസ് ഓൾസോ കോൾഡ് എ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും, അങ്ങനത്തെ അതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് ഫിഷ്ബോൺ. ഇത് ബ്രെയിൻ സ്റ്റോം സെക്ഷൻസ് ടു എക്സാമിൻ ഫാക്ടർ ദേ മേ ഇൻഫ്ലുവൻസ് ഗിവൻ എ സിറ്റുവേഷൻ ഓർ ഔട്ട്കം. ഒരു സിറ്റുവേഷനെ എന്താ ചെയ്യുക, ഒരു ബ്രെയിൻ സ്റ്റോം ചെയ്ത്, അതായത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കണത്, അതായത് ബ്രെയിൻ സ്റ്റോം ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുത്ത് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് നമ്മുടെ സിറ്റുവേഷനിൽ ഉണ്ടാവുന്നത്, അതുപോലെ ഔട്ട്കം കിട്ടുന്നതും അതിന് പുറത്തും ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫിഷ്ബോൺ ഡയഗ്രാം എന്ന് പറഞ്ഞത്. ലൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ഇത് ക്രിയേറ്റ് ടോളറൻസ് ലിമിറ്റ് ഫോർ എ പ്രോഡക്റ്റ് ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ഓഫ് ലിമിറ്റ്സ് ആർ ഡിഫക്റ്റീവ്. അതായത് പ്രോഡക്റ്റ്സ് അത് പുറത്തുണ്ടാക്കുന്നതിന് ചിലപ്പോൾ ഡിഫക്ട്സും ലിമിറ്റ് വെച്ചിട്ടുള്ളതിന് ഡിഫക്റ്റും, ചിലപ്പോൾ അകത്തുണ്ടാക്കുന്നതിനെ ചിലപ്പോൾ ലിമിറ്റ്സ് വെച്ചിട്ട് ഗുഡും ആവാൻ ചാൻസ് ആണ്. ഇതിന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോസ്റ്റ് എഫക്റ്റ് വിത്ത് ഡീവിയേഷനിൽ ഉണ്ടാവുക, ഇതിനൊരു ഐഡിയൽ വാല്യൂ ഉണ്ടാവുകയാണ് ഇതിന് പറയണത്. അതിന് യൂസ് ചെയ്യുന്ന ടൂളിനെ പറയണതാണ് ലോസ് ഫംഗ്ഷൻ ടൂൾ എന്ന് പറയണത്. നെക്സ്റ്റ് ഇതാണ് ദ പ്ലാൻ ഡു സ്റ്റഡി ആക്ട് PDSA സൈക്കിൾ. ഈ ടൂൾസ് ഈസ് ഓൾസോ ആണ് ഷിവാർട്ട് സൈക്കിൾ എന്നതിനൊന്നും കൂടി പറയണത്. ഡീമിങ് പോപ്പുലൈസ്ഡ് ഇൻ ജപ്പാൻ. ഇതിൻ്റെ ഡീമിങ് എന്ന് പറഞ്ഞതാണ് എന്താ പറയുക, ഈ ഒരു ടൂള് അല്ലെങ്കിൽ ഈ ഒരു ആക്ട് ഡെവലപ്പ് ചെയ്തത്, പോപ്പുലറൈസ് ചെയ്തത് ജപ്പാനിൽ. അതുകൊണ്ട് തന്നെ ജപ്പാനീസുകാർ ഇതിനെ പറയണത് ഡീമിങ് സൈക്കിൾ എന്നാണ് ഇതിനെ പറയണത്. ദ ടൂൾ എംഫസൈസ് എ ന്യൂ പ്ലാൻ ഫോർ ചേഞ്ച്. ഈ ടൂള് എംഫസൈസ് ചെയ്യണത് അല്ലെങ്കിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റത്തിന് വേണ്ടി പുതിയ പ്ലാനുകൾ കൊണ്ടുവരിക. ഇത് ക്യാരീസ് ഔട്ട്, അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവരാൻ ഇത് ക്യാരീസ് ഔട്ട് ടെസ്റ്റുകൾ നടത്തിയിട്ട് ടു മേക്ക് ദ ചേഞ്ചസ് ഓൺ സ്മോൾ സ്കെയിൽ. ഒരു ചെറിയ അളവിൽ എന്താ പറയുക ചേഞ്ചസിനുള്ള ടെസ്റ്റ് നടത്തുക, അത് ഒബ്സർവ് ചെയ്യുക, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ദോഷഫലങ്ങളുണ്ടോ ഗുണഫലങ്ങളുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അത് ഫൈനലി ചെയ്യും. എന്നിട്ട് അതിനെ പറ്റിയിട്ട് പഠിക്കും. സ്റ്റഡീസ് ദി റിസൾട്ട്, ഡിറ്റർമിൻ വാട്ട് ഹാസ് ബീൻ ലേൺഡ്. എന്താണോ പഠിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കും. അത് തന്നെ അവർ എന്താ ചെയ്യണത്, കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്യാണ് ഈ സൈക്കിൾ ചെയ്യണത്. അതാണ് ദ പ്ലാൻ ഡു സ്റ്റഡി ആക്ട് പറയണത്. ചെറിയ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പുതിയ പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പുതിയ പ്ലാനുകൾ സെറ്റ് ചെയ്യുക.
അത് എങ്ങനെ ഒന്നുകിൽ ടെസ്റ്റ് നടത്തിയിട്ടും അല്ലെങ്കിൽ ഒബ്സർവ് ദ എഫക്ട്സ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടും അതുപോലെ ഫൈനൽ ചെയ്തിട്ടും അതിനെ പറ്റിയിട്ട് വീണ്ടും സ്റ്റഡി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടുത്തതാണ് ബെഞ്ച് മാർക്കിംഗ്. നമ്മളിപ്പോൾ ഒരു കമ്പനിയെ മോഡലാക്കിയിട്ട് എടുക്കുക എന്നൊക്കെ പറയില്ല, അതിന് പറയണത് ആ ബെഞ്ച് മാർക്കിംഗ് എന്നാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പുതിയ പുതിയ കമ്പനികൾ നോക്കിയിട്ട് അവരുടെ സ്ട്രാറ്റജി എന്ന് പറയില്ല, അവരുടെ ഓരോ ന്യൂ കാര്യങ്ങൾ, പുതിയ പുതിയ നല്ല കാര്യങ്ങൾ ഇവരിലേക്ക് എടുക്കുക, അതാണ് ബെഞ്ച് മാർക്കിംഗ്. Another way of continuous improvement is studying business practice for company is considered as the best in class. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതായത് നടപ്പിലാക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്, എന്തെങ്കിലും ബിസിനസ് കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനത്തെ എന്തെങ്കിലും വരുത്തണമെങ്കിൽ എന്താ പറയുക, അതുണ്ടാക്കുക. ഇറ്റ് ഈസ് കോൾഡ് ബെഞ്ച് മാർക്കിംഗ്. ദ എബിലിറ്റി ടു ലേൺ ആൻഡ് സ്റ്റഡി ഹൗ അതേഴ്സ് ഡൂയിങ്. ഇത് എന്തെന്നാണ്, ഒരു എബിലിറ്റിയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പഠിച്ചിട്ട്, അത് സ്വാഭാവികമായിട്ടില്ല, മറ്റുള്ളവരുടെ എന്തെങ്കിലും നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കി പഠിച്ചിട്ട് അത് നമ്മളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ പറയണതാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഈസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. അതിലൂടെയാണ് നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, അല്ലേ. നമ്മുടെ ഒപ്പം നടക്കുന്ന ഒരു കൂട്ടുകാരൻ അവരുടെ നല്ലതുണ്ട്, നന്നായി പഠിക്കുന്നത് ആയിരിക്കും, അല്ലെങ്കിൽ അവർ നല്ല ഫോർമുലാസ് യൂസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ നല്ല ട്യൂഷൻ. അപ്പോൾ എന്താണോ അവർ ഇതാക്കുന്നത് ആ കാര്യം നമ്മൾ നമ്മളിലേക്ക് എടുത്തിട്ട് ആ കമ്പനി, ആ മറ്റുള്ള കമ്പനിയുടെ ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എടുത്ത് നമ്മൾ അത് നല്ല രീതിയിലേക്ക് ഇതിനാക്കുന്നതാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബ്രെയിൻ സ്ട്രോമിംഗ് എന്ന് പറയും. ദ കൺസെപ്റ്റ് ഈസ് ടു ഇൻവൈറ്റ് പാർട്ടിസിപ്പൻറ്റ് ടു സജസ്റ്റ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം വിത്തൗട്ട് എനി ഇവാലുവേഷൻ ഓഫ് യൂസ്ഫുൾനെസ് ഓഫ് correctness of their idea. There are several computer tools that have been developed to assist this process. After a fixed period of time, after all suggestions have been made, there is a discussion about the value of suggestions. അതായത് ഇപ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി കുറേ പേരെ ഇൻവൈറ്റ് ചെയ്യുന്നു, കുറേ പാർട്ടിസിപ്പൻസ് സജഷൻസ് ചോദിക്കാൻ കുറേ വ്യക്തികളെ എന്താണ് സൊല്യൂഷന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നു. ടു വിത്തൗട്ട് എനി ഇവാലുവേഷൻ ഓഫ് യൂസ്ലെസ് ഓർ കറക്റ്റ് ന്യൂസ്. ആ സമയത്ത് അതിൽ ഒരു യൂസ്ലെസ് ആണോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് എല്ലാവരുടെയും നിന്നും എന്താണ് അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു. ദർ ഈസ് സെവറൽ കമ്പ്യൂട്ടർ, അതിന് വേണ്ടിയിട്ട് സൊല്യൂഷന് വേണ്ടി കുറേ സെവറൽ കമ്പ്യൂട്ടർ ടൂൾസ് എന്താണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോസസ്സ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേരിയസ് കമ്പ്യൂട്ടർ ടൂൾസും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത ടൈം ആവുമ്പോൾ ഓർ എനി ഒരു സജഷൻ ഹാവ് ബീൻ മെയിൻ, അല്ലെങ്കിൽ കുറേ സജഷൻസ് വരണ ശേഷം അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ദർ ഈസ് എ ഡിസ്കഷൻ അബൌട്ട് ദ വാല്യൂ ഓഫ് സജഷൻ. എന്നിട്ട് ഇവർ പലതും കിട്ടണതെന്ന് അവരെന്താ ചെയ്യുക, ഒരു ഡിസ്കഷൻ വെച്ചിട്ട് ഏറ്റവും വാല്യൂ, ആ ഡിസ്കസ് ചെയ്തതിന് ഏറ്റവും വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പറയുന്നതാണ് എന്തെന്നാണ് ബ്രെയിൻ സ്ട്രോമിങ് എന്ന് പറയും. അഫിനിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് അതായത് ഇത് ഓർഗനൈസ് ചെയ്യണത് ലാർജ് എമൗണ്ട് ഓഫ് നോൺ ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ അല്ലാണ്ട് നോൺ ക്വാണ്ടിറ്റേറ്റീവ് ഉള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യണത്. അതായത് ഐഡിയാസ്, ഒപ്പീനിയൻസ്, ഇഷ്യൂസ് എക്സെട്ര. ഇൻഫർമേഷൻ ഇൻ ടു ഗ്രൂപ്പിംഗ് ബേസ്ഡ് ഓൺ നാച്ചുറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഐറ്റംസ്. ഇങ്ങനെ ഓരോന്ന് ഗ്രൂപ്പ് ചെയ്യണത്, ഈ നോൺ ക്വാണ്ടിറ്റേറ്റീവ് ഓരോന്ന് ചെയ്യണത്, ഈ ഗ്രൂപ്പ് ചെയ്യണത് ബേസ്ഡ് ഓൺ നാച്ചുറൽ റിലേഷൻഷിപ്പ് ഇതിൻ്റെ കാര്യങ്ങളായിരിക്കും ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഡസ് ഫോർ ഐഡിയാസ് വാട്ട് സ്റ്റാറ്റഡ് ഡസ് നമ്പേഴ്സ് എക്സ്ട്രാ മീനിങ് ഫോർ ദ റോ ഡാറ്റ. അതായത് ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആയതുകൊണ്ട് നോൺ ക്വാണ്ടിറ്റേറ്റീവ് ആകുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൽ എക്സാക്ട് മീനിങ് ആവുക എന്നുള്ളത് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് അഫിനിറ്റി ഡയഗ്രാം പ്രോസസ് ഓഫൺ ടു റിസൾട്ട് ബ്രെയിൻ സ്ട്രോമിംഗ് സെഷൻ ടു ഓർഗനൈസ് ദ റിസൾട്ടിങ് ഐഡിയ. അതേപോലെ ഈ അഫിനിറ്റി ഡയഗ്രാം ഇതിനാണ് ഒരു ഡയഗ്രാമായിട്ടാണ് കാണിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ എന്തിനാണ് organize the resulting ideas. Brainstorming section is organize the resulting ideas. Interrelation diagram diagraph, the tool graphically shows the logical and often quotient relating between a graphically show. ഇത് ഗ്രാഫിക്കലി ആയിട്ടാണ് ഇത് ഷോ ചെയ്യുന്നത്, അതായത് ഗ്രാഫായിട്ടാണ് ഇത് ഷോ ചെയ്യുന്നത്. എന്താണ് ലോജിക്കലായിട്ട് ഓഫൻ കാഷ്വൽ റിലേഷൻ ബിറ്റ്വീൻ ഫാക്ടേഴ്സിന് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. കൺജക്ഷൻ വിത്ത് റിസൾട്ട് ഓഫ് ഈ എഫിനിറ്റി ഇല്ലേ, ആ ഡയഗ്രാമിൻ്റെ ബേസിലിട്ട് തന്നെയാണ് ഇത് നോക്കുന്നത്. അതിൽ സീ കോസ് ആൻഡ് എഫക്റ്റ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ വൈ കറക്റ്റീവ് ആക്ഷൻ നീഡ് ടു ബി അപ്ലൈഡ്. അതായത് എന്തെങ്കിലും ഇപ്പോൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കാരണങ്ങൾ, ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവില്ല, ആ കാര്യം അതിന് എങ്ങനെയാണ് വെൻ
നമുക്കതിൽ കറക്റ്റ് ഡാറ്റാസ് എടുക്കാൻ പറ്റുള്ളൂ, എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇതാക്കണതിനാണ് ഇൻ്റർണലൈസ്ഡ് ഡയഗ്രാഫ് എന്ന് പറഞ്ഞത്. ട്രീ ഡയഗ്രാം എന്ന് പറഞ്ഞത് അതൊരു ട്രീ മോഡലായിട്ട് ചാർട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രീ ആയിട്ടാണ് അത് നോക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ വേരിയസ് ടാസ്ക് ഇൻവോൾവ്. അത് എന്തിനാണെന്ന് വെച്ചിങ്ങനെ ഒരു ഫാമിലി ഡയഗ്രാം, ഇപ്പോൾ ഫാദർ മദർ അങ്ങനെയൊക്കെ ഒരു പോലത്തെ ഒരു ഡയഗ്രാമാണ്. ഇതെന്തിനാണ് ചെയ്യണതെന്ന് വെച്ചാൽ ഇത് വേരിയസ് ടാസ്കുകൾ അവിടെ ഓരോ ഗ്രാസിൽ ചെയ്യേണ്ട വ്യക്തികളുടെ ഓരോ വേരിയസ് ടാസ്കുകൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ അതിൻ്റെ ഫുൾ സ്കോപ്പ് ഓഫ് പ്രോജക്റ്റ്, അതുപോലെ ഐഡൻറ്റിഫൈ ഹൈറാർക്കീസ് വിത്ത് പേഴ്സണൽ ബിസിനസ് സ്ട്രക്ചർ പ്രയോറിറ്റീസ് ആൻഡ് ഐഡൻറ്റിഫൈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം പോലെ പ്രസൻറ്റ് ചെയ്യണതാണ് എന്തെന്നാണ് ട്രീ ഡയഗ്രാം അല്ലെങ്കിൽ ഫാമിലി ട്രീ എന്നൊക്കെ പറയണത്. ഒരു ഓർഗനൈസേഷൻ ചാർട്ടാണത്. പ്രയോറിറ്റൈസേഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞത് പ്രയോറിറ്റൈസേഷൻ matrices are the one of the group decision making tool and to priority task issues possibility on the basis of agreed criteria. അതായത് പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞത് അതൊരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ. ഏതൊക്കെ ഭാഗത്തേക്കാണ് പ്രയോറിറ്റീസ് കൊടുക്കേണ്ടത്, അതിപ്പോൾ ടാസ്കുകളാവും ഇഷ്യൂസ് അല്ലെങ്കിൽ ഏതൊക്കെ ഓൺ ദ ബേസിസ് ഓഫ് എഗ്രീഡ് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. വൈൽ ടൂൾസ് കനോട്ട് ബി മേക്ക് എ ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കാനല്ല, ദേ ക്യാൻ ഹെൽപ്പ് ടു എൻഷ്യൂർ ദ ഓൾ ഫാക്ടേഴ്സ് ആർ ഇവാലുവേറ്റ് ആൻഡ് ലോജിക്കൽ ഡിസിഷൻസ് ആർ റീച്ച്ഡ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും അതുപോലെ ഓരോ ഡിസിഷൻസിന്, അതായത് അങ്ങനെ ഒരു ടൂളൊന്നുമല്ല ഡിസിഷൻ എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അതാണ് പ്രയോറിറ്റൈസേഷൻ മാട്രിക്സ് എന്ന് പറഞ്ഞത്. പിന്നെ ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ടൂൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വൈഡ് റേഞ്ച് ഓഫ് പ്രൊജക്റ്റ്, അതായത് വലിയ രീതിയിലുള്ള പ്രൊജക്റ്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യണ ടൂളാണ് ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഷെഡ്യൂൾ ഫോർ കോംപ്ലക്സ് പ്രൊജക്റ്റ്, അതായത് നമുക്ക് ടൈം എപ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാര്യങ്ങൾ ഏതൊക്കെ ടൈം ഷെഡ്യൂളിലാണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു ബിഗ് ആയിട്ടുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ബിഗ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യണതാണ്. ഇതിന് നമുക്ക് ചാർട്ട്, പെർട്ട്, CPM അങ്ങനത്തെ മെത്തഡ്, അതായത് അങ്ങനത്തെ ടൂൾസൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ടൂൾസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് നോക്കാം. എലിമിനേറ്റ് ഡിഫെക്ട്സ് ആൻഡ് വെയ്റ്റ്സ്, അതായത് ക്വാളിറ്റി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, നമുക്ക് എന്തെങ്കിലും ഡിഫെക്ട്സുകൾ എന്തെങ്കിലും കുറവുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ റിഡൻ ഇൻ പ്രൊഡക്ഷൻ ദാറ്റ് ക്യാൻ സിഗ്നിഫൈ ആഡ് പ്രോഫിറ്റ് ടു കമ്പനീസ്, അതായത് പ്രൊഡക്ഷനിലെ കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക, പ്രോഫിറ്റ് കാര്യങ്ങൾ കൂട്ടാം. ഇറ്റ് ഹെൽപ്സ് ടു ഇൻ ഡെവലപ്പിംഗ് ആൻ ആഡ്യൂക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോൾട്ടി ആൻഡ് ഇൻആഡ്യൂക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംപ്രോപ്പർ പ്രൊഡ്യൂസ് as stumbling blocks in the way proper development of organization. അതായത് stumbling blocks എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലോക്ക് ആവുക, നിർത്തലാവുക, അതായത് എന്തെങ്കിലും ഫോൾട്ടി ആയിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടോ അല്ലെങ്കിൽ ഇന്നാഡ്യൂക്കേറ്റ് വേണ്ടാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാണ്. അതൊക്കെ എന്താണ് പ്രൊസീജിയറൊക്കെ ആകുമ്പോൾ ബ്ലോക്ക് ആകുകയാണ്. അതൊക്കെ തടസ്സപ്പെടാൻ അത് പ്രോപ്പറായിട്ട് ലെവലിൽ കൊണ്ടുപോവുക, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകുക, എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ കൊണ്ടുപോകുക. ആക്ച്വൽ ബെറ്റർ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് ഇൻ വെരി സ്പയർ ഓഫ് ആക്ടിവിറ്റീസ്, ഓരോ ലെവലിലുള്ള ആക്ടിവിറ്റീസിനും നല്ല രീതിയിലുള്ള കാര്യങ്ങളും ടീച്ച് ചെയ്ത് കൊടുക്കുക, ഓരോ കാര്യങ്ങളും എന്താ പറയുക ഇതായിട്ട് കൊടുക്കുക. ടിക്കൻസ് ഓൺ ബ്രിങ്ങിങ് ആക്ടിവിറ്റി ചേഞ്ച് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ പെർഫോമൻസ് ഓഫ് എംപ്ലോയി ബൈ പ്രൊമോട്ടിങ് പ്രോപ്പർ വർക്ക് കണ്ടീഷൻ ആൻഡ് എഫക്റ്റീവ്, അതായത് അവിടുത്തെ ഉള്ള എംപ്ലോയീസിനെയൊക്കെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ വരുത്തുകയാണെങ്കിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യും. അതുപോലെ നല്ല ഒരു വർക്കിംഗ് കൾച്ചറും അതുപോലെ നല്ലൊരു ടീം വർക്ക് കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹെൽപ്പിംഗ് ചെക്കിങ് നോൺ പ്രൊഡക്ടിവിറ്റി ആക്ടിവിറ്റീസ്, അതായത് പ്രൊഡക്ടിവിറ്റി അല്ലാത്ത കാര്യങ്ങളിൽ ചെക്ക് ചെയ്തിട്ട് അത് പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ കൂട്ടാൻ ഇതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ഇംപ്രൂവിങ് പ്രൊഡക്റ്റ് കോസ്റ്റ് കുറച്ചിട്ട് ഇൻക്രീസ് പ്രോഫിറ്റ് കൂട്ടിയിട്ട് പ്രൊഡക്ഷൻ കാര്യങ്ങൾ കൂട്ടുക, അതായത് വേസ്റ്റേജ് കാര്യങ്ങൾ കുറച്ചിട്ട്, അതായത് നോൺ പ്രൊഡക്ടിവിറ്റി അല്ലാണ്ട് പ്രൊഡക്ടിവിറ്റീസ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് അവിടെ റിസൾട്ട് എന്താണ് പ്രോഫിറ്റബിലിറ്റി ആക്കുക, ഓർഗനൈസേഷന് മെയിൻലി പ്രോഫിറ്റ് ആക്കുക.
ഹെൽപ്സ് ഇൻ മീറ്റിംഗ് കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ടീക്കിയം ടെക്നിക് ആർ ജനറലി ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് കോമ്പറ്റീഷൻ ആൻഡ് ഓൾസോ ഡെവലപ്പ് ഇൻ എഫക്റ്റീവ് കമ്പാക്റ്റിംഗ് സ്ട്രാറ്റജി. അതായത് നല്ല ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ ടീം വർക്ക് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളെ മറ്റുള്ളവരുടെ മന്ത്ര കാര്യങ്ങളൊക്കെ ആണല്ലോ, നമ്മൾ മറ്റുള്ളവരെയൊക്കെ നോക്കി പഠിക്കണതുകൊണ്ട് എന്തുണ്ടാവണം, ഒരു ടീം വർക്ക് ആകുമ്പോൾ നല്ല മീറ്റ് ചെയ്യാം, കോമ്പറ്റീഷൻസ് ചാലഞ്ചൊക്കെ മീറ്റ് ചെയ്യുക, അതിലൂടെ നല്ല സക്സസ് ആവാനും പറ്റും. Customer satisfaction. Since company have better product and service and its interaction with the customer are really error-free, there should be fewer customer complaints. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു റെഗുലറായിട്ട് ചെക്ക് ചെയ്യും, അതുപോലെ ഫീഡ്ബാക്ക് എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് എന്താ ഉണ്ടാവണത്, കസ്റ്റമേഴ്സിനൊരു തൃപ്തി ഉണ്ടാവും. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ അവരുടെ നമ്മൾ പറഞ്ഞു റെഗുലറായിട്ട് അവരെ ചെക്ക് ചെയ്യും, ഇൻ്റർവ്യൂസിലൂടെയും അതുപോലെ സർവേയിലൂടെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക, കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ എറേഴ്സ് കാര്യങ്ങൾ കുറച്ച് കുറയും. Morale. The ongoing and proven success of a particular participation of employee in the success can lead noticeable improvement in employee morale, which in turn reduce employee turnover and therefore reduce the cost of hiring and training new employees. അതായത് എന്താ പറയുക, മൊറയിൽ മറ്റുള്ളവർക്ക് ഇതിൽ ടീക്കും എന്ന് പറഞ്ഞാൽ പ്രൂവൺ ചെയ്തതാണ്, അത് സക്സസ് ആണെന്ന് പ്രൂവ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഒരു പർട്ടിക്കുലർ പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ്, ഒരു എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നോട്ടബിൾ ചെയ്ത കാര്യം ഇംപ്രൂവിങ് എംപ്ലോയി മൊറൈൽ, എംപ്ലോയീസിൻ മൊറൈൽ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കുക, അത് മറ്റുള്ള ഒരു ഉദാഹരണം ആക്കി കൊടുക്കുക. അതിൻ്റെ വിച്ച് ടേൺ ഓവർ റെഡ്യൂസ് ദ എംപ്ലോയി ടേൺ ഓവർ. അപ്പോൾ അവർക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്താ അവിടുന്ന് പിരിഞ്ഞു പോകാനൊന്നും സാധ്യതയില്ല. അതിലൂടെ തന്നെ എന്താണ് പിന്നെ ഫോർ റെഡ്യൂസ് ദി ഹിയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് ന്യൂ എംപ്ലോയീസ്. അതുകൊണ്ട് പുതിയ എംപ്ലോയീസിനെ എടുക്കാണ്ടെയും ട്രെയിൻ ചെയ്യാണ്ടെയും പഴയുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് വെച്ച് പോകാം, അതോടെ കോസ്റ്റ് കാര്യങ്ങൾ കുറഞ്ഞു കിട്ടും. ക്വാളിറ്റി നമുക്കിനി ഡിസഡ്വാൻറ്റേജിലേക്ക് പോവാം. ലാസ്റ്റ് വണ്ണാണ് ഇതിൽ ഡിസഡ്വാൻറ്റേജ്. ക്വാളിറ്റി ഈസ് എക്സ്പെൻസീവ്. അതായത് ഇത് ടീക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ വളരെയധികം കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ നമ്മൾ അഡീഷണൽ ട്രെയിനിങ് കൊടുക്കണം, കോസ്റ്റ്, പിന്നെ ടീം ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റ്, കൺസൾട്ടൻറ്റ് ഫീ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. ക്വാളിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് വളരെയധികം എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. അടുത്തത് ഡിസ്കറേജ് ക്രിയേറ്റിവിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സ്റ്റാൻഡർഡൈസേഷനായിട്ട് തന്നെയാണ് പോണത്. അതായത് പ്രോബ്ലം എന്താണെന്ന് അത് പെട്ടെന്ന് സോൾവ് ചെയ്യുക, അങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ. അതായത് അവരെ ഡിസ്കറേജ് ചെയ്യാതെ ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഇന്നോവേഷൻസ് കാര്യങ്ങളൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് മൂവ് ഐഡിയാസിൽ എന്താണ് അങ്ങനെ ഒന്നും പ്രൊഡക്ടിവിറ്റിയിൽ ഇൻക്രീസ് ചെയ്യുക, അപ്പോൾ കാണുന്ന പ്രോബ്ലം അപ്പോൾ മെല്ലെ സോൾവ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്, അതായത് TQM മാനേജ് സിസ്റ്റം കമ്പനി എക്സ്റ്റെൻഡ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്. ഇപ്പോൾ TQM ആണ് ക്വാളിറ്റി ആയിട്ടുള്ള ട്രെയിനിങ് ഇതാവണോണ്ട് എംപ്ലോയീസിന് എന്താണ് നല്ല അടിപൊളിയായിട്ട് ട്രെയിൻ ചെയ്യണം. ആ സമയത്ത് എന്താണ് അവർക്ക് ടൈം കൊടുക്കണം. ഇപ്പോൾ ഈ ട്രെയിൻ ചെയ്യുമ്പോൾ അവർ പോവില്ലേ, അപ്പോൾ അവർക്ക് ടൈം കൊടുക്കണം. അതുപോലെ വർക്കും ഡ്യൂട്ടീസ് കൊടുക്കുമ്പോൾ ഡേയ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. റെഡ്യൂസ് വർക്ക് ഔട്ട്പുട്ട്, അതായത് ഇപ്പോൾ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് തുടക്കത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് വർക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. എംപ്ലോയി റെസിസ്റ്റൻസ്, അതായത് എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യാൻ അവർ തടസ്സപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേടിയുണ്ടാവും. TQM വരണ സമയത്ത് എഫക്റ്റീവായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ, കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താണ് TQM കൊണ്ട് അവർക്ക് ചിലപ്പോൾ വർക്കേഴ്സിന് കുറച്ച് പേടിയുണ്ടാവും. വർക്ക് ലോഡ് കൂടുമോ, അല്ലെങ്കിൽ നല്ല ട്രെയിൻഡായ ആൾക്കാരെ കയറ്റുമ്പോൾ എൻ്റെ ജോലി പോവുമോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പേടിയുണ്ടാവും. അതിലൂടെ ചിലപ്പോൾ എംപ്ലോയീസ് എന്തത് തടസ്സപ്പെടുത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ TQM എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളിൽ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ ടൂൾസ്, കൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു.